ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു മട്ടൺ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 ഏലക്കായ, 2 ഗ്രാമ്പു, 2 കറുവാപ്പട്ട, ഒരു ബേ ലീഫും കൂടി ഇട്ടിട്ട് നമുക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം. സവോള പകുതി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 25 പീസ് ചെറിയ ഉള്ളി, അത് ഒത്തിരി സ്ലൈസായിട്ട് അരിഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, 2ആയിട്ട് മുറിച്ചിട്ടേ ഉള്ളേ. ആ പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി അതും കൂടെ നല്ലപോലെ ഒന്ന് വഴന്നു വരുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ സവോളയ്ക്ക് ഇതുവരെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. സവോള വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപ്പ് ചേർക്കാറില്ലേ. പക്ഷേ ഞാൻ പറയും, അങ്ങനെ നമ്മൾ ഉപ്പ് ചേർക്കരുത്. ചേർക്കാതെ നമ്മൾ സവോള വഴറ്റിയെടുക്കുന്നതാണ് ആ കറിക്ക് ടേസ്റ്റ്. കുറച്ച് സമയമെടുക്കും, പക്ഷേ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. ആ ഒരു ടേസ്റ്റും ഉപ്പിടാതെ നമ്മൾ സവോള ഇതുപോലെ ടൈം എടുത്ത് വഴറ്റിയിട്ട് കറി ഉണ്ടാക്കുന്ന ടേസ്റ്റും രണ്ടും രണ്ടാണ്. അങ്ങനെ ഉപ്പിട്ട് വഴറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉപ്പിടാതെ വഴറ്റിയിട്ട് ഈ ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, മട്ടൺ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ സവാള ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, ഒരു തണ്ട് കറിവേപ്പില, 4 പച്ചമുളക്, ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പോകണേ. ഒരു 1.5 സ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂണ് നമ്മുടെ ഗരം മസാല പൊടിച്ചത്. ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിതാ ഒരു 2 ചെറിയ തക്കാളികൾ എടുത്തിരിക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഒരെണ്ണം എടുത്താൽ മതിയേ. എൻ്റെ അടുത്ത് ചെറുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനൊരു 2 സ്പൂണോളം വെള്ളം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടപ്പിലായതുകൊണ്ട്, ചട്ടിയും ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. സവോള അല്ല, തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ മട്ടനാണ് കേട്ടോ. 1/2 കിലോ മട്ടൻ്റെ അളവാണ് ഞാനീ പറഞ്ഞത്. നിങ്ങൾ 1 കിലോ ആണ് എടുക്കുന്നതെങ്കിൽ ഇതേപോലെ സവോളയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ അളവെല്ലാം കൂട്ടിയെടുക്കണേ. അതുപോലെ മട്ടൻ വെക്കാൻ നേരത്ത് ചിലർ പറയാറുണ്ട് മട്ടൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാകാറുണ്ടെന്ന്. ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മട്ടൻ കഴുകുന്നതിന് മുന്നേ ഒരു 2 ഏലക്കായ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷം നമ്മൾ മട്ടൻ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ പോണത്. മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഇട്ടത്. അതും കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇറച്ചിക്കും കൂടെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഇറച്ചി ഡയറക്റ്റ് നമ്മൾ ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ചാണ് വേവിക്കാൻ പോണത്. ഇപ്പോൾ ചട്ടിയിൽ വെച്ച് അടപ്പത്ത് വെച്ച് വേവിക്കാൻ സൗകര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് 2 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇപ്പോൾ മസാല ശരിയാക്കിയില്ല ആദ്യം,
അതേപോലത്തെ ഒരു മസാല റെഡിയാക്കിയിട്ട് അതിലേക്ക് ആ ഇറച്ചിയും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ അടപ്പത്ത് തന്നെ ചെറിയ തീയിൽ വെച്ച് വേവിച്ച് നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് പരുവത്തിലെടുക്കാൻ പോകണേ. ഇനി നമ്മൾക്കിതിലേക്ക് മട്ടൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നത്. കറിയായിട്ട് വേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചോണേ. ഇനി നമ്മൾക്കിത് മൂടി വെച്ച് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. 1 മണിക്കൂറോളം എടുക്കും കേട്ടോ വേവാനായിട്ട്. അവിടെ ഇരിക്കട്ടെ, അങ്ങനെ ഇരുന്ന് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാവേ. നമ്മൾക്ക് മട്ടൻ വേവിക്കാൻ വെച്ചിട്ടൊരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്, പക്ഷേ വെന്തിട്ടില്ല. വെള്ളം കംപ്ലീറ്റ് വറ്റുമ്പോഴത്തേന് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടും. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് കൊടുക്കാവേ. നമ്മുടെ മട്ടൻ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്രേവി പരുവത്തിൽ എടുക്കുവാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഇത് ഡ്രൈ ആകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേവി പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഡ്രൈ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോവും. മൺചട്ടിക്ക് നല്ല ചൂട് നിൽക്കുമല്ലോ കുറേ നേരം. അപ്പോൾ ആ ചൂടിലിരുന്ന് വീണ്ടും ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഒരു ചെറിയ ഗ്രേവിയിൽ കിട്ടുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇറക്കി വെക്കണം. പിന്നെ ഞാൻ ഇതിൽ എരിവും പുളിയും ഉപ്പും മസാലയൊക്കെ പാകമാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇച്ചിരി എരിവ് കൂടുതലാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുത്തേക്കാം. ഇത് നമുക്കൊരു 2 സെക്കൻഡും കൂടെ ഒന്ന് മൂടി വെക്കാം. ഇത് നമുക്ക് തുറക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മട്ടൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെ, നല്ല കുത്തിരി ചൂട് ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.